കോഴിക്കോട് പുതിയങ്ങാടിയിൽ 2 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പെരുവണ്ണാമൂഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. 779 ഗ്രാം MDMA-യും 80 LSD സ്റ്റാമ്പുകളുമാണ് വെള്ളയിൽ പോലീസ് നേരത്തെ പിടികൂടിയത്. മെയിനായിട്ടുണ്ടായിരുന്ന 2 പ്രതികളാണ് നമ്മുടെ ഷൈൻ ഷാജിയും ആൽബിൻ സെബാസ്റ്റ്യൻ. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരുകൾ ഉള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഡീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസം കൂടാതെ ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കണം. ഇവരിവിടെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുന്ന് റീറ്റെയിൽ കച്ചവടം നടത്തുന്നവരാണ്. അപ്പോൾ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ പോയി അവരെ അറസ്റ്റ് ചെയ്തായിട്ടുണ്ട്. അതിന് അന്വേഷണ സംഘത്തെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാം. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, വലിയ മാഫിയ സംഘമാണെന്നാണോ പോലീസ് പറയുന്നത്? ഇനിയും അറസ്റ്റിനുള്ള സാധ്യതയാണോ? ധന്യ, വലിയ രീതിയിലുള്ള മാഫിയ സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം പുതിയങ്ങാടിയിൽ ഒരു വാടക വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് പുതിയങ്ങാടിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് കോളേജ് കുട്ടികളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയങ്ങാടിയിൽ പോലീസ് തെരച്ചിൽ നടത്തിയത്. അന്ന് ഈ മയക്കുമരുന്ന് പിടികൂടിയെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന 2 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് അതിലെ മുഖ്യപ്രതിയായ ഷൈനെ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ്. ഇവർ 2 പേരും ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ മറ്റ് അക്കൗണ്ടുകളും ബാങ്കുകളിലൂടെയുള്ള ട്രാൻസാക്ഷൻസ് അക്കൗണ്ടൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇവരെവിടെയുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഷൈനെ ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നീട് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുമളിയിൽ വെച്ച് ഈ ആൽബിനെയും കൂടി അറസ്റ്റ് ചെയ്യുന്നത്. 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവരിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. ശരി.